ഇന്ത്യൻ പ്രധാനമന്ത്രിയാവും? ഏറ്റവും ചുരുങ്ങിയ വയസ്സ്. 1 2 3 4 5 6 7 8 9. പൃഥ്വിനിത്. പൃഥ്വിരാജ്. 23. 30. 39. ഹലോ, നമസ്കാരം. ന്യൂസ് ടുമാറോയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അറിയെങ്കിൽ പറയാമോ, അതായത് തലശ്ശേരി പാലയാടുള്ള NTTF സ്പോൺസർ ചെയ്യുന്ന അറിയെങ്കിൽ പറയാമോ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ ഭരണശ്ശേരിയുള്ള നമ്മുടെ സെൻറ്റ് മൈക്കിൾ സ്കൂളിലാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് അറിയെങ്കിൽ പറയാമോ പറയുമോ? അറിയെങ്കിൽ പറയും. ആ, മോൻ്റെ പേര്? ആൽഫി ജേക്കബ്. ആൽഫി ജേക്കബ്. എവിടെ താമസിക്കുന്നത്? കീച്ചേരി. ആ. പൃഥ്വിനിത്. പൃഥ്വിരാജ്. പൃഥ്വിനിത്. എവിടെ സ്ഥലം? തോട്ടട. ആ, ഓക്കെ. എത്ര ക്ലാസ്സിലാണ്? മൂന്ന് പേരും 9th ആണ്. ഓക്കെ, മോൻ്റെ പേര്? അർജുൻ പി. എവിടെ സ്ഥലം? മൂന്നേരത്ത്. അവിടെ 3 നേരത്തെ ഉള്ളോ? അല്ല, മൂന്നുണ്ട്. 3 കൂടുതലുണ്ട്. കുഴപ്പമില്ല, ശരിയാകട്ടെ. അപ്പോൾ ചെറിയ ചോദ്യമാണ്. തലശ്ശേരി പാലയാടുള്ള NTTF, അതായത് 10 പിന്നെ +1 +2 കഴിഞ്ഞവർക്ക് ഉന്നത കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ തലശ്ശേരി പാലയാടുള്ള NTTF. അവർ സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാമാണ് അറിയെങ്കിൽ പറയാമോ. അറിയെങ്കിൽ പറയാമല്ലോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. മൂന്നാമത്തെ തവണയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രായം നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ നിങ്ങളുടെയൊക്കെ പ്രായം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. എൻ്റെ പ്രായം എനിക്കും അറിയാം. ചോദ്യമാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനുള്ള ഏറ്റവും ചെറിയ, അതായത് എത്ര വയസ്സുള്ള ആൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാം? ഏറ്റവും ചുരുങ്ങിയ വയസ്സ്? 45. 39. 35. 3 ഉത്തരവും തെറ്റാണ്, പോകരുത്. വാ. അപ്പോൾ നമ്മുടെ അടുത്ത കൂട്ടുകാർ വാ. പേര് പറഞ്ഞേ? സൂര്യദേവ്. എവിടെ സ്ഥലം? കാടാച്ചിറ. എത്ര ക്ലാസ്സിലാണ്? 9th. ജോബിൻ സാമുൽ. സ്ഥലം? മണൽ. ആ. ആദിത്യൻ ഷാജി. ചാലാട്. എത്ര ക്ലാസ്സിൽ? 9ൽ. നിങ്ങൾ 9ൽ, ഇവർ 9ൽ. അതായത് സംഭവം. ഓക്കെ, ശരി. അപ്പം ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ നരേന്ദ്രമോദി ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് 3ാം തവണയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുന്നത്, അല്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഭരിക്കുന്നത്. പിന്നെ ചെറിയ കാര്യമാണ്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനുള്ള ഏറ്റവും ചെറിയ പ്രായപരിധി എത്രയാണ്? 23. 30. 34. 23, 30, 34, അല്ലേ? ഈ 3 ഉത്തരങ്ങളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ 3 ഉത്തരങ്ങളും തെറ്റായ ഉത്തരവാണ്. അപ്പോൾ നമ്മൾ അടുത്ത ടീമുണ്ട്. അടുത്ത ടീമിലേക്കാണ് നമ്മൾ ഏകപ്രതീക്ഷ. ആ ടീമും ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ക്ലൂ കൊടുക്കും, എന്നിട്ട് സമ്മാനം കൊടുക്കും. ക്ലൂ കൊടുത്ത് സമ്മാനം കൊടുക്കാൻ നമുക്ക് എന്ത് പരിപാടി? ഹലോ, ദാനിഷ് മുഹമ്മദ്. എവിടെ സ്ഥലം? അഴീക്കോട്. ആ. അദ്വൈത് രമേശ്. എവിടെ? ഏച്ചൂർ. ആദിത്യനാഥ്. ചേലേരി. ആ. വിശാൽ എവിടെയാ? കണ്ണാടിപ്പറമ്പ്. ശരി. എത്ര ക്ലാസ്സിലാണ് 4 പേരും? 9th. എന്നുവെച്ചാൽ 9ാം ക്ലാസ്സിൽ. ഹിന്ദിയിൽ എന്ത് പറയും? എത്ര ക്ലാസ് എന്ന് പറയും? ഹിന്ദിയിൽ, അതായത് മലയാളത്തിൽ 9ാം ക്ലാസ്, ഇംഗ്ലീഷിൽ 9th, ഹിന്ദിയിൽ എത്ര ക്ലാസ് എന്ന് പറയും? 9. 1 2 3 4 5 6 7 8 9. കറക്റ്റാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനുള്ള പ്രായപരിധി, അത് ഏറ്റവും ചുരുങ്ങിയത് എത്ര വയസ്സ് മുതൽ ഒരാൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാം? 36. 24. 25. അതായത് മക്കളിൽ വന്നേ. വാ. നിങ്ങൾ എത്രയായിരുന്നു പറഞ്ഞത്? ഞാൻ 35. 45. 45. 39. 23. 23. 35. 35. 34. 34. 35. 25. അപ്പം ചോദ്യമായിരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനുള്ള ഏറ്റവും ചെറിയ പ്രായപരിധി എത്രയാണ്? അതായത് എത്ര വയസ്സുള്ള ആൾക്ക് അങ്ങോട്ടേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാം എന്നാണ് ചോദ്യം. അപ്പോൾ അതിന് കറക്റ്റ് ആൻസർ ആദ്യം പറഞ്ഞിരിക്കുന്നത്, കറക്റ്റ് ആൻസർ 25 ആണ്. ഓക്കെ, 25 വയസ്സാണ് ഒരു പ്രധാനമന്ത്രി ആവാനുള്ള ഏറ്റവും ചെറിയ പ്രായം എന്ന് പറയുന്നത്. അതിനങ്ങോട്ടേക്ക് എത്ര വയസ്സ് വേണമെങ്കിലും ആവാൻ കുഴപ്പമില്ല. പക്ഷേങ്കിൽ മിനിമം 25 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനുള്ള പ്രായത്തിൻ്റെ ഒരു യോഗ്യത, അല്ലേ? അപ്പം കറക്റ്റ് ആൻസർ ഫസ്റ്റ് പറഞ്ഞ കൂട്ടുകാരൻ എന്താ പേര്? ആരായിരുന്നു? ആദിത്യനാഥും ഇവരാണ്. അപ്പം നമ്മളൊരു സമ്മാനം ആദിത്യനാഥിനും പിന്നെ വിശാലും ആദിത്യനാഥുമാണ്. 2 പേർക്കും കൂടി നമ്മുടെ തലശ്ശേരി പാലയാടുള്ള NTTF, അതായത് ഒരുപാട് ഉന്നത ജോലി കിട്ടാനുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് NTTF നൽകുന്ന സമ്മാനം നിങ്ങൾക്ക് 2 പേർക്കും കൂടി പിടിച്ചോളും. അപ്പം മറക്കരുത്, ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനുള്ള ഏറ്റവും ചെറിയ പ്രായം എന്ന് പറഞ്ഞാൽ 25 വയസ്സാണ്. അപ്പോൾ നമ്മുടെ ഒരറിവും ചെറിയ അറിവല്ല, അറിവുകൾ തേടിയുള്ള യാത്രയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അറിയെങ്കിൽ പറയാമോ? അടുത്ത ചോദ്യമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഗുഡ് ബൈ.